യെസ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വാർത്ത ഇറാൻ ടിവിയുടെ ഏതാണ്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്ന പ്രധാനപ്പെട്ട ബിൽഡിംഗ് നിന്ന് കത്തുകയാണ്. അതിന് മുന്നിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ വാർത്ത നൽകുന്നുണ്ട് പ്രേക്ഷകരിലേക്ക്. അവർ നേരത്തെ സംപ്രേഷണം നിർത്തിവെച്ചിരുന്നു, ഇപ്പോൾ സംപ്രേഷണം തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ആ മാധ്യമപ്രവർത്തകൻ തീപിടിക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ നിന്ന് അവിടുത്തെ പ്രേക്ഷകരുമായി അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ നൽകുകയാണ്. ഇസ്രായേൽ ഏതൊക്കെ മേഖലയിൽ ആക്രമിക്കുമെന്ന് നേരത്തെ തന്നെ ടെഹ്റാനിലെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. അവിടുത്തെ സ്റ്റേറ്റ് ബിൽഡിംഗ്, അതായത് അവിടുത്തെ സർക്കാരിന് കീഴിലുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുള്ള മേഖലകളിൽ നിന്ന് മാറി താമസിക്കണം, അവിടെ ഇന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ടെഹ്റാനിലെ ജനങ്ങളോട്. അതിനുശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇറാൻ്റെ ഔദ്യോഗിക നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ തുടർച്ചയായി നടക്കുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്തുകൂടി തുടർച്ചയായി ഇരമ്പി പറക്കുന്നു എന്ന വിവരമൊക്കെ വരുന്നുണ്ട്. അവിടുന്ന് വാർത്താ ഏജൻസികൾ അത്തരം ചില സൂചനകളാണ് നൽകുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. എന്തായാലും അവിടെ വലിയ തോതിലുള്ള ആക്രമണം ടെഹ്റാനിന് മേൽ ഉണ്ട്, ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്ന വിവരമാണ് വരുന്നത്. GK, എന്താണ് ടെഹ്റാനിൽ നടക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് സമ്പൂർണ്ണമായ വിവരങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ പോലും ഏതാണ്ട് ഇറാൻ വലിയ തോതിൽ അവിടെ ആക്രമണം ഇറാൻ്റെ തലസ്ഥാനം വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അവരുടെ മീഡിയ, ഔദ്യോഗിക വാർത്താ ഏജൻസി, ടെലിവിഷൻ ചാനൽ, റേഡിയോ സ്റ്റേഷൻ ഇതൊക്കെ ആക്രമണത്തിനിരയായിട്ടുണ്ട്. സ്റ്റേറ്റ് ബിൽഡിങ്ങുകൾക്ക് സമീപത്ത് ആളുകൾ നിൽക്കരുത്, നിങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ വീണ്ടും ടെഹ്റാനിലെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രാത്രി സങ്കീർണമാണ് ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം എന്നാണല്ലോ ഈ പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നത്, അല്ലേ വിജയകുമാർ? ഉറപ്പായും പരസ്പരം അതിർത്തികൾ പങ്കിടാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതിൻ്റെ മുഴുവൻ ആഘാതവും ആകാശത്തും രണ്ട് ഇടങ്ങളിലുമായി പതിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളിലൂടെയും ലോകം അറിയുകയാണ്. അതിൽ നേരത്തെ PP ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ഇറാന് മേൽ ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം, അതിൻ്റെ ശൃംഖല തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യഥേഷ്ടം ഇറാന്റെ ആകാശത്ത് പറന്നുകൊണ്ട് ഇറാനുമേൽ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ടെഹ്റാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രണം ചെയ്ത ആക്രമണം കൃത്യമായി നടപ്പാക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേലിന്റെ ഈ ആക്രമണ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത നേരത്തെ തന്നെ ലക്ഷ്യങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ ആക്രമണം. അതിനൊരു ഉദാഹരണമാണ് ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന IRIB-യുടെ കെട്ടിട സമുച്ചയത്തിലേക്ക് പതിച്ചു വീണ മിസൈൽ. അതിന് തൊട്ടു മുൻപാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാപ്റ്റസ് പറഞ്ഞത്, ഞങ്ങൾ ഈ നുണ പ്രചരിപ്പിക്കുന്ന, അതിൻ്റെ മൗത്ത് പീസായി നിൽക്കുന്ന നുണ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇറാനിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നു, ദിസ് ഈസ് ഗോയിങ് ടു ഡിസപ്പിയർ എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ IRIB-യുടെ കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അവിടെ IRIB എന്ന ടെലിവിഷൻ ചാനൽ, അത് സ്റ്റേറ്റ് ടെലിവിഷൻ ചാനൽ, ഇറാനിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ടെലിവിഷൻ ചാനലാണ്. കാരണം ഇറാനകത്ത് മറ്റ് വിദേശ ചാനലുകൾക്ക് നിയന്ത്രണമുണ്ട്, വിലക്കുണ്ട്. വിദേശ ചാനലുകൾ ആളുകൾക്ക് ലഭ്യമാകണമെങ്കിൽ അത് സാറ്റലൈറ്റ് മുഖേന മാത്രമാണ് അവർക്ക് ലഭ്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഏറ്റവും അധികം ആളുകൾ കണ്ടിരുന്നതും ഇറാൻ ഭരണകൂടത്തിന് പറയാനുള്ള വിവരങ്ങൾ ഇറാനിലെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നത് IRIB എന്ന ശൃംഖലയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ IRIB-യെ ലക്ഷ്യമിട്ടുകൊണ്ടും ഇറാന്റെ റേഡിയോ ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് ഇപ്പോൾ ഈ ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ഇറാന്റെ ആശയവിനിമയ സംവിധാനങ്ങളെ പരിപൂർണമായി നിർവീര്യമാക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് ലക്ഷ്യമേതാണ് എന്ന് നേരത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആക്രമണം എന്ന രീതിയാണ് ഇസ്രായേൽ ഇപ്പോഴും പിന്തുടരുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആക്രമണം സ്വാഭാവികമായും ഒരു സമ്പൂർണമായ യുദ്ധത്തിലേക്ക് പോകുന്നതിൻ്റെ മുഴുവൻ സൂചനകളും പുറത്തു വരികയാണ്. ഈ രാത്രി അതിശക്തമായ വ്യോമാക്രമണത്തിൻ്റെ രാത്രിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ പലയിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടുപേരും, അതായത് ടെഹ്റാൻ കത്തിച്ചാമ്പലാക്കുമെന്ന് ഇസ്രായേലും ടെല്ലവീവിലേക്കുള്ള ആക്രമണം നിസ്സാരമായിരിക്കില്ല എന്ന് ഇറാനും പ്രതികരിക്കുന്നു. ഇസ്രായേൽ മണ്ണിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയതും തീവ്രവുമായ ഒരു മിസൈൽ ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയയെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തു വരുന്ന വാർത്ത. അതിൽ പറയുന്നത് ഇറാൻ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ദ ലാർജസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇന്റൻസ് മിസൈൽ അറ്റാക്ക് ഇൻ ദി ഹിസ്റ്ററി ഓൺ ഇസ്രായേൽ സോയിൽ എന്നതാണ്. മാത്രമല്ല, ടെഹ്റാനിൽ ഇപ്പോൾ നടക്കുന്ന സ്ഫോടനങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ എടുത്തിരിക്കുന്ന
നടത്തുന്ന പ്രതിരോധ നീക്കം എന്ന് പറയുന്നത് വ്യോമ പ്രതിരോധം ഇറാൻ കൂടുതൽ സജീവമാക്കുന്നു, ശക്തമാക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇറാനിൽ നിന്നുള്ള മാധ്യമങ്ങളിലൂടെ നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഒരു കാര്യം ഈ ഘട്ടത്തിൽ പങ്കുവെച്ചുകൊള്ളട്ടെ. അവിടെ ഇറാനിൽ നിന്ന് ചില വാർത്താ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് നഗരത്തിൽ വലിയ ട്രാഫിക് കുരുക്ക് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആളുകൾ അവർക്ക് കിട്ടാവുന്ന വാഹനങ്ങളൊക്കെ ആയിട്ട് നിയർ ബൈ ടൗണിലേക്ക് വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നു എന്നാണ് അവിടെ നിന്ന് ചില സൂചനകൾ അല്ലെങ്കിൽ ചില വാർത്താ ഏജൻസികളും ചില സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും നൽകുന്ന വിവരം. മറ്റു ചില നഗരങ്ങളിലേക്ക് അവർ രക്ഷപ്പെടുകയാണ്, അല്ലെ കിട്ടുന്നത് ഒക്കെ എടുത്തുകൊണ്ട് വാഹനങ്ങളിൽ രക്ഷപ്പെടുകയാണെന്ന് പറയുന്നു. ഇസ്രായേൽ ഡിഫൻസ് പ്രതിരോധ മന്ത്രി നേരത്തെ പറഞ്ഞതും അല്പസമയം മുമ്പ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെ ആക്രമിക്കണം എന്നൊരു ഉദ്ദേശവും ഇസ്രായേലിനില്ല. പക്ഷേ ഇറാൻ ഭരണകൂടത്തിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. അതിന് സമീപത്തുള്ള ജനങ്ങൾ അത് വിട്ടുപോകണം, അല്ലെങ്കിൽ അവർക്ക് അതിൽ അപകടമുണ്ടാകും. ഈ ഭരണകൂടം നിങ്ങളെ ഒരു മറയാക്കി അവിടെ നിർത്തുന്നുണ്ട് എന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് നിന്നുകൊടുക്കരുത് എന്നൊക്കെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അവിടുത്തെ ജനങ്ങളോട് ഇങ്ങനെ ഒരു സന്ദേശം എന്ന മട്ടിൽ പറയുന്നുണ്ട്. ഇനി അത് കേട്ടിട്ടാണോ എന്തായാലും ഈ സ്ഫോടനം തുടർച്ചയായി നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ടെഹ്റാനിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഹൈവേകളിൽ വലിയ ബ്ലോക്ക് ഉണ്ട്. വാഹനങ്ങൾ ഇങ്ങനെ മുട്ടി നിരങ്ങി നീങ്ങുന്നു എന്നാണ് പറയുന്നത്. നിയർ ബൈ സിറ്റികളിലേക്ക് അവർ യാത്ര ചെയ്യുന്നു, നഗരവാസികൾ യാത്ര ചെയ്യുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. കുറച്ച് പരിഭ്രാന്തരാണ് ടെഹ്റാനിലെ നഗരവാസികൾ എന്നാണല്ലോ നമ്മൾ അതിൽ നിന്ന് കണക്കാക്കേണ്ടത്, ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ, അല്ലേ ജി കെ? ഈ വിജയകുമാർ, അതായത് ഇപ്പോഴും നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ടെഹ്റാനെ കത്തിച്ചാമ്പലാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് സ്റ്റേറ്റ് ടെലിവിഷൻ കെട്ടിടം ആക്രമിക്കപ്പെട്ടതും ടെഹ്റാന്റെ പ്രധാനപ്പെട്ട മേഖലകൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഈ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ റോക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം കുറെ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇസ്രയേൽ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് വരുന്ന ഒന്ന് രണ്ട് വിവരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിന് സമീപത്ത് ഇസ്രായേൽ വ്യോമസേനയുടെ കൂടുതൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിനോടൊപ്പം G7 രാഷ്ട്രങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ G7 രാഷ്ട്രങ്ങൾ ശരിവച്ചിരിക്കുന്നു. ഇറാൻ ഒരിക്കലും അണ്വായുധം നേടാൻ പാടില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ആക്രമണത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ഈ ആക്രമണത്തിന്റെ ഭാഗമാക്കാൻ, ഈ പദ്ധതിയുടെ സഖ്യകക്ഷിയാക്കി കൊണ്ടുവരാനാണ്. ഈ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുമൊക്കെ പിന്നിൽ അമേരിക്ക പിന്തുണ നൽകി നിൽക്കുന്നുണ്ടെങ്കിലും പ്രകടമായി ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ ആക്രമണത്തിന്റെ ഭാഗമാകാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് ഇസ്രായേലിന്റെ ക്യാബിനറ്റ് അംഗം ഗില ഗംലിയേലിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുന്നത്. വി കാറ്റഗറിക്കലി ഡിമാൻഡ് ദാറ്റ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജോയിൻ ദ വാർ അഗെയിൻസ്റ്റ് ഇറാൻ എന്നാണ് പറയുന്നത്. ഇറാനെതിരായ യുദ്ധത്തിൽ അമേരിക്ക പങ്കുചേരണം എന്ന് ഞങ്ങൾ തീർത്തും ആവശ്യപ്പെടുന്നു എന്നതാണ്. നമുക്കറിയാം, ഈ ആക്രമണം തുടങ്ങുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന നിഴൽ യുദ്ധങ്ങളൊക്കെ മാറ്റിവെച്ച് ഇറാന് നേരെ ശക്തമായ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിട്ടതും ഇസ്രായേൽ മാസങ്ങളുടെ തയ്യാറെടുപ്പോടുകൂടി ആസൂത്രണത്തോടുകൂടി അതിലേക്ക് ഇറങ്ങി തിരിച്ചതും ഇറാൻ അണ്വായുധം നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. യുറാനിയം സമ്പുഷ്ടീകരണം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക്, ഏതാണ്ട് 90% അത് എത്തുമ്പോൾ അടുത്തത് അണ്വായുധം എന്ന ഘട്ടമാണ്. അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, അതിന് വെല്ലുവിളിയാകുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ എന്ന നിലയിൽ തങ്ങളുടെ നിലനിൽപ്പിനെ അപകടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഇറാൻ മാറുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആക്രമണത്തിന് മുതിർന്നത്. പക്ഷേ ഇറാന്റെ അണ്വായുധ ശ്രമങ്ങൾ, അണ്വായുധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ, അതിന്റെ മറ്റ് പരീക്ഷണങ്ങളൊക്കെ തന്നെ വലിയൊരു അളവിൽ നിൽക്കുന്നത് അത് ഭൂമിക്കടിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഭൂഗർഭ ഇടങ്ങളിൽ നിൽക്കുന്ന നിലയങ്ങളിലുള്ള ഈ അണ്വായുധ ശ്രമങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ആയുധങ്ങൾ വേണം. അത്തരം ബസ്റ്റർ ബോംബുകൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് ഇസ്രായേലിന്റെ കൈവശമില്ല. അത്തരം കാര്യങ്ങൾക്ക് ഇസ്രായേലിന് സ്വാഭാവികമായും അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ച, ഇസ്രായേൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന്റെ അണ്വായുധ നിർമ്മാണ നീക്കങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ഈ പോരാട്ടം സമ്പൂർണ്ണമാകണമെങ്കിൽ സ്വാഭാവികമായും അമേരിക്കയുടെ പ്രതിരോധ പിന്തുണ ആവശ്യമാണ്, അമേരിക്കയുടെ സൈനിക പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിലേക്ക്, ഈ ആക്രമണത്തിലേക്ക് അമേരിക്കയെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവും ഉദാഹരണവുമാണ് ഇപ്പോൾ ഇസ്രായേൽ ക്യാബിനറ്റ് അംഗം ഗില ഗംലിയേലിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു, അമേരിക്കയുടെ പിന്തുണ ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമാണെന്നതാണ്.